പ്രാർത്ഥിക്കുന്ന ദൈവപൈതലേ, നിൻ്റെ പ്രാർത്ഥന വൃഥാവായി പോകത്തില്ല. നീ പ്രാർത്ഥിക്കുന്ന വിഷയത്തിനകത്ത്, നിൻ്റെ ജീവിതത്തിൽ നീ ദൈവസന്നിധിയിൽ മുഴങ്കാൽ മടക്കിയ വിഷയത്തിനകത്ത് ഒരു മറുപടി ലഭിക്കാൻ താമസമായി എന്ന് വന്നേക്കാം. ചില വിഷയങ്ങൾക്ക് മുൻപിൽ നീ ഭാരപ്പെട്ട് കരയുന്നുണ്ടാകാം. ചില വിഷയങ്ങളുടെ മറുപടി എവിടെയെന്ന് ചോദിക്കാം. നീ തല ഉയർത്തി നോക്കിയപ്പോൾ ദിക്കുകളിൽ നിന്ന് നിനക്ക് വിരോധമായിട്ട് ശക്തമായി വരുന്ന പ്രതികൂലത്തിൻ്റെ കാറ്റുകൾ നീ കാണുന്നുണ്ടായിരിക്കാം. എൻ്റെ പ്രാർത്ഥന എന്തായി? ഞാൻ പ്രാർത്ഥിച്ചതിൻ്റെ മറുപടി എവിടെ? ഞാൻ ഈ പ്രതികൂലത്തിൽ തകർന്നു പോകും എന്ന് നീ പറയുന്നുണ്ടാകാം. എന്നാൽ പ്രിയപ്പെട്ട ദൈവ പൈതലേ, ഒന്നോർക്കുക, നീ പ്രാർത്ഥിച്ച വിഷയം നിൻ്റെ മുമ്പിലും നീ ഓരോ ദിവസവും ദൈവസന്നിധിയിൽ നിലവിളിച്ച വിഷയം നീ അറിയാതെ നിൻ്റെ മുമ്പിൽ ഒരു പാറ പോലെ വളരുകയായിരുന്നു. അവ നിൻ്റെ മുമ്പിൽ ഒരു കോട്ട പോലെ ഇപ്പോൾ ഉയർന്നു നിൽക്കുകയാണ്. ഒരു ബിൽഡിംഗ്, ഒരു കെട്ടിടം പണിയുന്നവൻ ഇഷ്ടിക പെറുക്കി വെച്ചും ആ ഓരോ ദിവസവും അവൻ പണി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ചുവരുകൾ ഉയർന്നു വരുന്നത് പോലെ ഓരോ ദിവസവും നീ പ്രാർത്ഥിച്ചതും ഓരോ ദിവസവും നീ ദൈവത്തിന് നിലവിളിച്ചത് നിൻ്റെ ചുറ്റും ആർക്കും തകർത്തു കളയാൻ കഴിയാത്ത രക്ഷാകരമായ ദൈവിക സംരക്ഷണത്തിൻ്റെ കോട്ടയായി നിൻ്റെ പ്രാർത്ഥന രൂപപ്പെട്ടു കഴിഞ്ഞു. ഇപ്പോൾ നിനക്ക് വിരോധമായി വരുന്ന ആ പ്രതികൂലത്തിൻ്റെ കാറ്റ് നീ ഭയപ്പെടുമ്പോൾ അത് നിന്നെ തകർത്ത് കളയത്തില്ല. കാരണം നിൻ്റെ പ്രാർത്ഥന നിനക്ക് മുന്നിൽ കോട്ടയാണ്. ഹല്ലേലൂയ. പ്രതികൂലം വരുന്നു, പ്രയാസങ്ങൾ വരുന്നു, രേഖ വിരോധമായി എഴുതിയിരിക്കുന്നു. പതിവ് പോലെ പ്രാർത്ഥിക്കുന്നവൻ പ്രാർത്ഥന നിർത്തത്തില്ല. കാരണം അവൻ അറിയാം, ഞാൻ പ്രാർത്ഥിക്കുന്നത് ഒരു നിക്ഷേപമാണ്. അത് സ്വർഗത്തിലെ ദൈവത്തിൻ്റെ സന്നിധിയിൽ എൻ്റെ സംരക്ഷണത്തിൻ്റെ കോട്ടയെ പണിതെടുക്കുകയാണ് ഞാൻ. അതുകൊണ്ട് സിംഹത്തിൻ്റെ വായ് തുറന്നിരിക്കുന്നത് സത്യം, സിംഹങ്ങൾ വിശന്നലറുന്നത് സത്യം. പക്ഷെ പ്രാർത്ഥിക്കുന്നവനെ കീറുവാൻ തക്ക പാകത്തിൽ അവൻ്റെ വായ് തുറക്കാൻ ദൈവം അനുവദിക്കത്തില്ല. പ്രാർത്ഥിക്കുന്നവൻ കാരാഗ്രഹത്തിനകത്തായാലും അർദ്ധരാത്രി യാമത്തിൽ പ്രാർത്ഥിച്ച് ദൈവത്തിന് പാടി സ്തുതിക്കുമ്പോൾ കാരാഗ്രഹത്തിൻ്റെ അടിത്തറകളെ ഇളക്കി അവൻ്റെ ചങ്ങലകളെ പൊട്ടിച്ചും അവനോടുള്ള ദൈവിക വാഗ്ദത്തത്തെ പുറത്തു കൊണ്ടുവരാൻ പ്രാർത്ഥിക്കുന്നവൻ്റെ മേൽ ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. പ്രിയ ദൈവ പൈതലേ, നിൻ്റെ പ്രാർത്ഥന കുറയരുത്. നിൻ്റെ പ്രാർത്ഥന ഓരോ നാൾ വർദ്ധിക്കട്ടെ. അത് നീ അറിയാതെ നിനക്ക് മുമ്പിൽ ശത്രുവിന് നിന്നെ തകർക്കാൻ അവൻ ഒരുക്കുന്ന സകല പ്രതികൂലങ്ങളുടെ മധ്യേ നീ പ്രാർത്ഥിച്ചൊരുക്കപ്പെടുന്ന ഓരോ പ്രാർത്ഥനയിലും ഒരു കോട്ട പണിയുകയാണ്. പ്രാർത്ഥിക്കുക, ഇടവിടാതെ പ്രാർത്ഥിക്കുക, മടുത്തു പോകാതെ പ്രാർത്ഥിക്കുക, ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുക. ഒരു കാര്യം ഉറപ്പുണ്ട്, നിൻ്റെ പ്രതിഫലം നിശ്ചയം. ദൈവം നിന്നെ അനുഗ്രഹിക്കും. നീ പ്രാർത്ഥിച്ച